ഹലോ. ഇന്നൊരു ചോറ്റുപാത്രത്തിന്റെ കഥയാണ് കേട്ടോ, ഒരു ചോറുപൊതിയുടെ കഥ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ എനിക്കും ചേട്ടനും അച്ഛനും വേണ്ടിയിട്ട് രാവിലെ കൃത്യമായിട്ട് നമ്മുടെ ചോറുപൊതി എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. അമ്മ എപ്പോഴും ഉറപ്പ് വരുത്തുന്ന കാര്യമാണ് അത്യാവശ്യം ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉള്ള ഫുഡുണ്ട് എന്നുള്ളത്. അതായത് നല്ല ഇലക്കറികളോ സാമ്പാറോ അവിയലോ അല്ലെങ്കിൽ അതിനകത്ത് മീനോ ഒക്കെ കാണും മിക്കവാറും കേട്ടോ. പക്ഷെ അന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ കുറച്ച് സമയങ്ങളാണ് അതെന്ന് കേട്ടോ. അന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അന്നും ഇന്നും എനിക്ക് ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കൂട്ടുകാരുടെ പാത്രത്തിൽ നിന്നാണ് കൂടുതലും കഴിക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ കാലങ്ങൾ ഒരുപാട് മാറി. ഇന്നിപ്പോൾ ഞാൻ ന്യൂസിലാൻഡിൽ വന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡോട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, അമ്മ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ഫുഡിൻ്റെ കൈപ്പുണ്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പകരം വെക്കാനാവാത്ത ഒന്നാണല്ലേ. ഇവിടെ വന്നിട്ട് ഒരിക്കലും എനിക്ക് അതേപോലെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും നാടിനെയും അമ്മയും വീട്ടുകാരെയും എല്ലാവരെയും മിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി നൽകുന്ന ഒരു ട്രീറ്റാണ് കേട്ടോ ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അപ്പം മനസ്സിന് ഭയങ്കര സന്തോഷം വരും. കുറച്ച് ചോറും തോരനും മീൻ വറുത്തതും മെഴുക്ക് വരട്ടിയും മോരുകറിയും ചമ്മന്തിയും ഒക്കെ കൂട്ടി ഇങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ആഹാ അന്തസ്സല്ലേ, ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു സമാധാനവും. അതേ നാട്ടിലെ അതേ രുചിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും എൻ്റെ സന്തോഷത്തിന് ഇത് തന്നെ ധാരാളം.